ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്നതാണ് നോക്കാൻ പോകുന്നത്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സ് വേണ്ട പ്രേക്ഷകർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. CS ടീമിൻ്റെ നമ്പർ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 കണ്ടു നോക്കുക. പിക്ക് എ കാർഡ് റീഡിംഗ് ആൻഡ് ജനറൽ മെസ്സേജസ് അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ഇവിടെ ഏറെ സ്വിച്ച് വേർഡ്സ് ആൻഡ് ഹീലിംഗ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. പല സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. എഴുതുക, ചാൻറ്റ് ചെയ്യാൻ തുടങ്ങുക. സോ ലെറ്റ് സീ ഇന്നത്തെ ദിവസം എങ്ങനെയാണ്. ഇന്നത്തെ ദിവസം പ്രേക്ഷകരുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ട് ചെയ്യാനുള്ള എനർജീസ് ആണ് ഏറെ കാണുന്നത്. ഓക്കെ, സോ ഓപ്പർച്യൂണിറ്റീസ് വരാൻ വേണ്ടി ഡിവൈൻ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഐ വെൽക്കം ഓപ്പർച്യൂണിറ്റീസ് ഇൻ മൈ ലൈഫ് എന്നത് കണ്ടിന്യൂസ്ലി പറയുക. ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഏറെ കാണുന്നുണ്ട്. ഓക്കെ, ആയത് നിങ്ങൾക്കൊരു കോയിൻ കയ്യിലെടുത്തിട്ട് ആ കോയിനെ എനർജൈസ് ചെയ്യാം, സ്വിച്ച് ഫ്രേസ് ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ അഫർമേഷൻ പറഞ്ഞിട്ടോ, ആൻഡ് ദെൻ ആ കോയിനിനെ നിങ്ങളുടെ വാലറ്റ് അല്ലെങ്കിൽ പേഴ്സിൽ വെക്കാവുന്നതാണ്. ഓക്കെ, ഫോർ ഗുഡ് ലക്ക്. ഏറെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ മറന്നുപോയ ഒരു സ്കിൽ, ഓക്കെ, അതാണ് ഓർമ്മ വരാൻ പോകുന്നത്. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ആൻഡ് അതിൽ നിന്ന് ഏറെ പണം നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ജീവിതകാലത്തിൽ പല സാഹചര്യങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ, പല ജോലികൾ ചെയ്ത് നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാകാം. സോ പഴയ ഒരു സ്കിൽ, ഏത് സ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ഏത് സ്കില്ലിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഹാർഡ് വർക്ക് ഇടേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി ആണ് പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സ്കില്ലിൻ്റെ ഓർമ്മ വരുന്നതാണ്. സോ അതിനെ തള്ളിക്കളയാതിരിക്കുക. എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ ആ സ്കില്ലിനെ ഒന്നും കൂടി ഒന്ന് ബ്രഷ് ഓഫ് ചെയ്യുക. ഓക്കെ, ആൻഡ് അതിനെ തുടരുക. ദാറ്റ് ഈസ് അതിനെ ചെയ്യാൻ തുടങ്ങുക. ടെമ്പറൻസ് കാർഡാണ് വരുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു സ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ബേർഡൻ ആയിട്ട് തോന്നുകയില്ല. ഓക്കെ, എന്നാൽ ദ ഡെവിൾ കാർഡ്, സ്റ്റാർ കാർഡ് ആൻഡ് 2 of Swords ആണ് വന്നിരിക്കുന്നത്. പല പ്രേക്ഷകരും കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും. കാരണം ഒരു അഡിക്ഷൻ പോലെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം. ഓക്കെ, വൈ? ബിക്കോസ് നിങ്ങൾ റൂട്ടീൻ വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് റൂട്ടീനാണോ അതേ റൂട്ടീനിൽ ഇരിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം. ബട്ട് ഈ ഒരു സ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് റൂട്ടീൻ തെറ്റിക്കും. ഓക്കെ, സോ ചില പ്രേക്ഷകർ ഈ സ്കിൽ നിങ്ങൾ മറന്നു പോയ ഈ ഒരു നല്ല നിങ്ങളുടെ പോസിറ്റീവ് ആട്രിബ്യൂട്ട്, നിങ്ങളുടെ അഡ്വാൻറ്റേജ്, അതിനെ തള്ളിക്കളയാനാണ് ചാൻസസ് കൂടുതലും. ഓക്കെ, ഹീലിംഗ് എനർജി ഉണ്ട്. എവിടെ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ്, ഓക്കെ, എവിടെ ലൈഫ് നല്ലതാണ്, ആ ഒരു എനർജിയിൽ തന്നെ ഇരിക്കാനും ചില പ്രേക്ഷകർ ശ്രമിക്കുന്നതാണ്. സോ അത് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേറെ കൺഫ്യൂഷൻ കൊണ്ടുവരുന്നതാണ്. ചില പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ സ്കില്ലിനെ ഒന്നും കൂടി ലൈഫിൽ കൊണ്ടുവരാൻ അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. ഓക്കെ, ചില പ്രേക്ഷകർക്ക് പ്രയോറിറ്റി കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചില പ്രേക്ഷകർക്ക് നിങ്ങളുടെ വീട്ടിൽ ആരാണോ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അവർക്കെതിരെ പോകാനും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. എന്നാൽ ധൈര്യം വെച്ച് ഏതൊക്കെ പ്രേക്ഷകർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആരാണോ അവർക്കെതിരെ പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നു. എതിരെ പോകാൻ മീൻസ് ഇത് വലിയ തോതിൽ ഒരു കാര്യം ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനുള്ള സമയം കണ്ടെത്തലാണ്. ഓക്കെ, സോ ആ സമയത്തെ നിങ്ങൾ കണ്ടെത്തിയാൽ അവിടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾക്ക് നടക്കുന്നത്. കാരണം ആൻസെസ്ട്രൽ ബ്ലെസ്സിങ്സ് ആണ് ഇതിലൂടെ പ്രേക്ഷകരുടെ അടുത്ത് വരുന്നത്. ഓക്കെ, വളരെ വലിയ ആൻസെസ്ട്രൽ ബ്ലെസ്സിങ്. സോ പ്രേക്ഷകരുടെ പൂർവജകരിൽ ഏതെങ്കിലും ആൻസെസ്റ്റേഴ്സിന് ഈ ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ചിലർക്കത് സൈക്കിക് എബിലിറ്റിയാണ്, ചിലർക്ക് മീഡിയംഷിപ്പാണ്, ചിലർക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു അനുഗ്രഹം, നിങ്ങളുടെ ഒരു സ്കില്ലാണ്. ഓക്കെ, ആർട്സ് ആകാം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന ഒരു സ്കില്ലാണ്. ഓക്കെ, ആൻഡ് ഈ സ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ഉയർച്ച വരുന്നത്. ഓക്കെ, എപ്പോൾ നിങ്ങൾ അതിനെ പ്രൊഫഷണലി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നോ
പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ ഉയർച്ച വന്ന് തുടങ്ങുന്നത്. പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യൂ. ഓക്കെ, ഇവിടെ പ്രേക്ഷകർക്ക് ആകെ വേണ്ടത് ട്രസ്റ്റാണ്, നിങ്ങളുടെ മേളിലുള്ള ട്രസ്റ്റ്. ഓക്കെ, പ്രേക്ഷകരുടെ മേളിലുള്ള ട്രസ്റ്റാണ് വേണ്ടത്. മറ്റാൾക്കാർക്ക് വിശ്വാസം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് തന്നെ വിശ്വാസം കൊടുക്കൂ. ഓക്കെ, നിങ്ങളിൽ തന്നെ വിശ്വസിക്കൂ ദാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആകാശാണ് വന്നത്. ഈ പറയുന്ന സ്കിൽ, ഈ പറയുന്ന എബിലിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ റെലം ആണ് കൊണ്ടുവന്ന് തരുന്നത്. നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ബെനഫിറ്റ് കിട്ടുന്നത്. അതിനെ യൂസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. പ്ലേ, ഹാവ് ഫൺ, സെലിബ്രേറ്റ്, ഡോണ്ട് ബി സോ സീരിയസ്. ഈ ഒരു പുതിയ സ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ അതിനെ ഒത്തിരി സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡെയിലി ഈ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക, വളരെ സന്തോഷത്തോടെ അതിനെ അംഗീകരിക്കുക. ഓക്കെ, ഇതിനെ ഒരു ഡ്യൂട്ടി ആയിട്ട് കാണാതിരിക്കുക എന്നതാണ് ഇവിടെ ഗൈഡൻസ് വരുന്നത്. എഗെയിൻ ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി പ്രേക്ഷകരുടെ തേർഡ് ഐ ചക്ര ഡെവലപ്പ് ആകുന്നുണ്ട്. തേർഡ് ഐ ചക്ര ആൻഡ് സേക്രൽ ചക്ര, ബിക്കോസ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ആകുന്നുണ്ട്, നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ആകുന്നുണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് സ്ട്രോങ് ആയി വരുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നത്, ആ ഇൻറ്റ്യൂഷനിൽ വേണം ഡിസിഷൻസ് എടുക്കാൻ. Whenever I compare myself to others, I simply say this prayer: the light I see in them is a reflection of my inner light. ഫസ്റ്റ് ഓഫ് ഓൾ പ്രേക്ഷകരോട് പറയുന്നത് കമ്പയർ ചെയ്യാതിരിക്കുക. യെസ്, പല പ്രേക്ഷകരും ജീവിതത്തിൽ ഒത്തിരി പുറകിലായിരിക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ആ ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ല. ബട്ട് ഇവിടെ പറയുന്നത് അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എല്ലാവരുടെ ജേർണി ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്താണോ മറ്റൊരാളിൽ നന്മ കാണുന്നത് എപ്പോഴും മനസ്സിലാക്കൂ, ആ നന്മ പ്രേക്ഷകരുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ പുകർത്തുന്നത് മറ്റൊരാളെ കാണുമ്പോൾ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് കമ്പാരിസൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകളും അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ പ്രസൻറ്റ് മൂമെൻറ്റിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത്, അത് മാത്രം ശ്രദ്ധിക്കുക എന്നതാണ് പറയുന്നത്. മൈ പ്രസൻസ് ഈസ് മൈ പവർ. പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ പ്രസൻസ്, ഓക്കെ, നിങ്ങളുടെ മൈൻഡ് എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ മൂമെൻറ്റ് ഓഫ് ടൈമിൽ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഓക്കെ, അതാണ് നിങ്ങളുടെ പവർ, അതാണ് നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സ്കിൽ. സോ ആ സ്കില്ലിനെ കൂടുതൽ യൂസ് ചെയ്യൂ. ഫ്യൂച്ചറിൽ എന്ത് നടക്കാൻ പോകുന്നു, പാസ്റ്റിൽ എന്ത് നടന്നു എന്നത് ഓർമ്മ ഇരിക്കേണ്ടത് എപ്പോഴും അത്യാവശ്യം തന്നെയാണ്. പക്ഷെ അതൊന്ന് മാറ്റിവെക്കൂ. ആൻഡ് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടാം എന്നത് ആലോചിച്ച് മുന്നോട്ട് പോകൂ എന്നതാണ് പറയുന്നത്. ഓക്കെ ഗായ്സ്, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗായ്സ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾ എന്നും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.